ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ആരംഭിക്കുന്ന യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവത്രികതയാണ്. മനുഷ്യാവകാശങ്ങൾ സാർവത്രികമായ അവകാശമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ രാജ്യങ്ങളിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി റൂളിംഗ് ടൈപ്പ് ഓഫ് റൂളിംഗ്, ജനാധിപത്യ രാജ്യങ്ങളിലോ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലോ സാർവത്രികമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു അവകാശമാണ്. എല്ലാ രാജ്യങ്ങളിലെയും പൗരന്മാർക്കുള്ള അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. ഇനി ഇതിന് ഭരണകൂടങ്ങൾ പലപ്പോഴും ഇത് അംഗീകരിക്കുന്നില്ല. മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലിലടയ്ക്കുന്നു, മനുഷ്യാവകാശ പ്രവർത്തകരെ രാജ്യദ്രോഹികളായിട്ട് കണക്കാക്കുന്നു. ഇപ്പം പലപ്പോഴും ഇന്ത്യയിൽ ഉൾപ്പെടെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിനെ എന്താണ് അവിടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ജയിലിലടയ്ക്കുന്നത്. കാരണം ഇവർക്ക് ഒരു കാരണവശാലും ഒരു ബെയില് പോലും കിട്ടരുത്. 80-90 വയസ്സുള്ള ആളുകളെയാണ് ഇവർ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്ത് രാജ്യദ്രോഹം ചെയ്യാനാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അവിടെ എന്താ, ഏതെങ്കിലും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദമുയർത്തി കാണും. അതോടുകൂടി ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, രാജ്യദ്രോഹികളായിട്ട് കണക്കാക്കുന്നു. ഇത് സാർവത്രികമായിട്ടുള്ളൊരു ഫിനോമിനാണ്. മനുഷ്യാവകാശങ്ങൾ സാർവത്രികമായതുപോലെ ഭരണകൂട ഭീകരതയും സാർവത്രികമാണ്. So universality of human rights means those rights which are universal in character and are the same for everyone at every place. മനുഷ്യാവകാശങ്ങൾ എന്താ, എല്ലാ വ്യക്തികൾക്കും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരേപോലെയാണ്. ചൈനയിൽ ഒരു മനുഷ്യാവകാശം, ഇന്ത്യയിൽ മറ്റൊരു മനുഷ്യാവകാശം, അങ്ങനെയില്ല. മനുഷ്യാവകാശങ്ങൾ യൂണിവേഴ്സലാണ്. ലോകത്തിലെ ഏത് രാജ്യത്തും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കുറേ അവകാശങ്ങളുണ്ട്. അവിടെ ഇത് പ്രാവർത്തികമാണോ, അവിടെ ഭരിക്കുന്നവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അതിന് പ്രസക്തിയില്ല. അവർക്കെല്ലാം ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും ഉണ്ട്. So these may be regarded as those fundamental and inalienable rights which are essential for life as human beings. ഇപ്പോൾ ഈ മനുഷ്യാവകാശങ്ങൾ എന്താ, മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഈ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുകയും ഈ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ആത്മാഭിമാനത്തോടുകൂടി മനുഷ്യനായി ജീവിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യനും ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അവർക്കുണ്ടായിരിക്കണം. അതില്ല എങ്കിൽ നമുക്ക് ജീവിക്കാം, അന്തസ്സോടുകൂടിയല്ല, ആത്മാഭിമാനത്തോടു കൂടിയല്ല മനുഷ്യനായി ജീവിക്കുന്നു എന്ന് മാത്രം. The doctrine of universality of human rights was created to protect every single human being. സാർവത്രികത എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്? യൂണിവേഴ്സാലിറ്റി അല്ലെങ്കിൽ സാർവത്രികമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ട് എവറി സിംഗിൾ ഹ്യൂമൻ ബീയിങ്, ഓരോ മനുഷ്യ വ്യക്തിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റിഗാർഡ്ലെസ് ഓഫ് റേസ്, ജെൻഡർ, സെക്സ്, നാഷണാലിറ്റി ആൻഡ് അതർ ഡിഫറൻസസ്. It is based on human dignity and the belief that no one has the right to take away from another human being. ഇപ്പം ഒരാൾക്കും മറ്റൊരാളുടെ മനുഷ്യാവകാശങ്ങൾ എടുത്തു മാറ്റാനുള്ള ഒരു റൈറ്റ് ഇല്ല. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളെ അയാൾ എടുത്തു മാറ്റാനുള്ള റൈറ്റ് ഇല്ല, നിഷേധിക്കാനുള്ള റൈറ്റ് ഇല്ല. So it is based on the human dignity and belief that no one has the right to take this away from another human being. The doctrine states that every man has inalienable rights of equality. ഇപ്പോൾ എന്താ, യൂണിവേഴ്സാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തന്നെ പറയുന്നത് എന്താണ്? എല്ലാ വ്യക്തികൾക്കും, ഓരോ മനുഷ്യനും അയാൾ എടുത്തു മാറ്റപ്പെടാനാവാത്ത രീതിയിലുള്ള ഈക്വൽ റൈറ്റ് ഉണ്ട്, ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടിയുള്ള അവകാശങ്ങളുണ്ട്. The system of right was formed on the assumption that no one has control on his own birth. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യാവകാശങ്ങളുടെ സിസ്റ്റം തന്നെ ഫോം ചെയ്തിരിക്കുന്നത്? ഒരു വ്യക്തിക്കും അയാളുടെ ജനനത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ല എന്നുള്ളൊരു അസംഷനിൽ നിന്നാണ്. ഇതൊരു യൂണിവേഴ്സൽ ഒരു ട്രൂത്താണ്, യൂണിവേഴ്സൽ ട്രൂത്താണ്. ഒരു വ്യക്തിക്കും അയാളുടെ ജനനത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ല, പക്ഷെ മരണത്തിൻ്റെ മേലുണ്ട്.
പലപ്പോഴത്തെ ആളുകൾ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പം അവൻ്റെ കൺട്രോളിലായി പോയി. ജനനത്തിൻ്റെ മേൽ മാത്രം ഒരു വ്യക്തിക്കും യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. ഒരു വ്യക്തിക്ക് നമുക്കെന്താ ഗർഭപാത്രത്തിൽ കടന്നുകൊണ്ട് ആൾക്കും തീരുമാനിക്കാൻ പറ്റുകയില്ല എനിക്ക് ജനിക്കണ്ട. അത്ര നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ജനനത്തിന് മാത്രം ഒരു നിയന്ത്രണവുമില്ല. മറ്റു കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടാവാം. സോ the system of right was formed on the assumption that no one has control on his own birth. It should be followed that everyone should have the birthright to be protected from certain ills and should get guarantee for certain liberties. എന്താ, ചില തെറ്റായ പ്രവണതകളിൽ നിന്നും എല്ലാവർക്കും സംരക്ഷണം കിട്ടണം. അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഗ്യാരണ്ടി ലഭിക്കണം. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനുമുള്ള അധികാരത്തിന് പ്രൊട്ടക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ അവകാശത്തിന് പ്രൊട്ടക്ഷൻ കിട്ടണം. ഇതുകൊണ്ടാണ് പറയുന്നത് എന്താ, ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ. ദെൻ ദി നോഷൻ ഓഫ് യൂണിവേഴ്സാലിറ്റി ഓർ ഹ്യൂമൻ റൈറ്റ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ. ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് സാർവത്രികമാണ്, ലോകമെമ്പാടും ഒരേപോലെ ഉള്ളതാണ് എന്നുള്ളൊരു ചിന്താഗതി തന്നെ നിലവിൽ വരുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്. On 6th January 1941, then President of USA Roosevelt declared 4 fundamental freedom of human beings. അപ്പം അമേരിക്കൻ പ്രസിഡന്റായ റൂസ്വെൽറ്റാണ് ഈ പ്രധാനമായിട്ടും എന്താ മൗലികമായ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട 4 ഫണ്ടമെന്റൽ ഫ്രീഡം ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഡിക്ലെയർ ചെയ്തത്. അടിസ്ഥാനമായിട്ടുള്ള സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ അടിസ്ഥാന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പോയിന്റുകൾ 1941 അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഡിക്ലെയർ ചെയ്തു. ദീസ് ആർ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്കെന്താ, സ്പീച്ച് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനും വെളിപ്പെടുത്താനുമുള്ള അവകാശം. ഇപ്പം നമുക്ക് നമ്മുടെ ആശയങ്ങൾ അത് വെളിപ്പെടുത്താനുള്ള അവകാശമുണ്ട്, അവയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് 1941 ഡിക്ലെയർ ചെയ്യപ്പെട്ടതാണ്. ഫ്രീഡം ഓഫ് എവറി പേഴ്സൺ ടു വർഷിപ്പ് ഗോഡ് ഇൻ ഹിസ് ഓൺ വേ. ഓരോ മനുഷ്യനും അവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അധികാരം, അവകാശം. ഇനി ദൈവത്തെ ആരാധിക്കാതെ വേണമെങ്കിൽ എന്താ, ദൈവവിശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാം. ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോ വ്യക്തിക്കും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം 1941 ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. ദെൻ ഫ്രീഡം ഫ്രം വാണ്ട്. എന്താ, നമുക്ക് ഫ്രീഡം ഫ്രം വാണ്ട് ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ. ഇപ്പം ആരും എന്താണ് ഒരു പേടി, ഫ്രീഡം ഫ്രം ഭരണാധികാരികൾ, ഭീകരത. ഇപ്പം എന്താ ഫിയർ, അതാണ് നമുക്കെന്താ ഇത്. ഇപ്പം ആരെയും പേടിക്കാതിരിക്കാനുള്ള ഒരു അവകാശം, ഇപ്പം ഭരണാധികാരികളെയോ അവരുടെ കൈവശമുള്ള ഏജൻസികളെയോ ഭയപ്പെടാതിരിക്കാനുള്ള അവകാശം. ഈ പറഞ്ഞിരിക്കുന്ന ഇത് അമേരിക്കയിൽ ഡിക്ലെയർ ചെയ്തതാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ടു ഫ്രീഡം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് പല രാജ്യങ്ങളിലും പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല. നമുക്കിപ്പോൾ എന്താ, ഭരണാധികാരികളോ അവരുടെ ഏജൻസികളോ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുകയില്ല. നമുക്കെന്താ, പലപ്പോഴും ഇതിൻ്റെ ഏജൻസി, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിനെ പേടിക്കണം. ഇനി അതല്ലെങ്കിൽ നമുക്കെന്താ CBI പേടിക്കണം. അടുത്ത കാലത്തായിട്ട് അനിയന്ത്രിതമായ അധികാരങ്ങളോടുകൂടി വന്നിരിക്കുന്ന ED പേടിക്കണം. ED ഒക്കെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ EDയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ, മറ്റ് കേസുകൾ പോലെയല്ല, മറ്റ് ഏജൻസികൾ പോലെയല്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്തി ED പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ ED ആരോപിക്കുന്ന കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. അതുകൊണ്ട് ED ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അങ്ങനെ ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ജാമ്യാപേക്ഷയെ ED എതിർക്കാതിരിക്കണം. ഇനി അതല്ല എങ്കിൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം നമ്മൾ ആ ട്രയൽ കോർട്ടോ ഹൈക്കോർട്ടോ പോയിട്ട് കാര്യമില്ല. സുപ്രീം കോർട്ടിൽ 2 or 3 ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ജാമ്യം പോലും കിട്ടുകയുള്ളൂ. നീ യാതൊരു തെളിവുമില്ലാത്ത, യാതൊരു പങ്കുമില്ലാത്ത കേസുകളിൽ പെട്ട് ചിലപ്പം വർഷങ്ങൾ ജയിലിൽ കിടക്കും.
അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരിക, ഇപ്പം 3-4 വർഷം വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കിടന്നതിന് ശേഷം കുറ്റവിമുക്തരാക്കപ്പെട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ, അവിടെ ആ 4 വർഷം ജീവിതത്തിൽ നിന്ന് പോകുന്നു. ഇതിനാർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അവിടെ ആ 4 വർഷം അവരുടെ മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായിട്ടും ലംഘിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പലപ്പോഴും ലോ എൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിനെല്ലാം പറയുന്നത് ഭരണകൂട ഭീകരത. ഇത് യൂണിവേഴ്സലാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏകാധിപത്യ രാജ്യങ്ങളിലും എല്ലാം ഉണ്ട്, സ്വേച്ഛാധിപത്യങ്ങളുടെ കീഴിലുമുണ്ട്. സോ ഫ്രീഡം ഫ്രം ഫിയർ, നമ്മൾ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ 1941 റൂസ്വെൽറ്റിൻ്റെ ഡിക്ലറേഷനിൽ വന്നിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബേസിക് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഡോക്യുമെന്റ്സ്. അടിസ്ഥാനമായിട്ടുള്ള രേഖകളാണ്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അന്തർദേശീയ രേഖകൾ എന്തൊക്കെയാണ്, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്. ദ റൈറ്റ്സ് എംബോഡീഡ് ഇൻ ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻസ് ഹാവ് ബീൻ സെറ്റ് ഫോർ 2 കവനൻസ്. അന്തർദേശീയമായിട്ടൊരു ഡിക്ലറേഷൻ നടന്നു ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, സാർവത്രികമായ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഹ്യൂമൻ ഡിക്ലറേഷൻ. അത് 2 കവനൻസ് ആണ്, 2 ഉടമ്പടികളാണ്. ദെൻ അതിൽ ബേസിക് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് 1 ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR. 2 പ്രധാനപ്പെട്ട അന്തർദേശീയമായിട്ട് അല്ലെങ്കിൽ സാർവത്രികമായ ഉടമ്പടികളുണ്ട്, പ്രമാണങ്ങളാണ്. നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെടുന്ന പ്രമാണങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ICCPR, രണ്ടാമത്തത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് ICESR. Both the covenants were adopted by the General Assembly of United Nations on 16th December 1966 and brought into effect in 1976. 66 അംഗീകരിക്കുകയും 76 എഫക്റ്റിൽ വരികയും ചെയ്ത 2 അന്തർദേശീയമായ ഉടമ്പടികളാണ്. ഇന്റർനാഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കവനൻസ് ആണത്. അത് ദെൻ ഇത് 66 അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിക്കുന്നു, പക്ഷേ നിലവിൽ വരുന്ന 76 These covenants ensure equal rights for men and women to the employment of all civil and political rights and economic and social cultural rights and set forth therein. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ കാര്യങ്ങളിലും തുല്യാവകാശം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന 2 സാർവത്രികമായ അന്തർദേശീയമായ ഉടമ്പടികളാണ്. ഈ ഉടമ്പടികളിലാണ് ഈക്വൽ റൈറ്റ്സ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. With the Universal Declaration of Human Rights, these 2 covenants form the major part of International Bill on Human Rights. The ICCPR focuses on issues such as right to life, ജീവിക്കാനുള്ള അവകാശം, freedom of speech, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, religion and voting. ഇതെല്ലാം ഏത് റിലീജിയൻ വേണമെങ്കിലും ഫോളോ ചെയ്യാം, അതുപോലെ വോട്ടവകാശം. ഈ 4 പോയിന്റുകളാണ് ICCPRൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കവനന്റ് എന്താണ്? The ICESCR focus on food, education, health and shelter. Both covenants proclaim these rights for all people and forbid discrimination. ഈ 2 കവനന്റുകളും ഈ 2 ഉടമ്പടികളും എല്ലാ വ്യക്തികൾക്കും അവകാശങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നു, സ്ഥാപിച്ചു കൊടുക്കുന്നു. ഇതിലൊരു ഡിസ്ക്രിമിനേഷൻ, ഇതിൻ്റെ അകത്തൊരു ഡിസ്ക്രിമിനേഷൻ അത് നിരോധിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ദെൻ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അന്താരാഷ്ട്രമായിട്ടുള്ളൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം, അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR. The Universal Declaration of Human Rights is a historic document that was adopted by the United Nations General Assembly on 10th December 1948. 1948 അംഗീകരിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണിത്. 1948 ഒരു പ്രഖ്യാപനമാണ്, ഹിസ്റ്റോറിക്, ചരിത്രപരമായൊരു പ്രഖ്യാപനമാണ്. അറ്റ് പാരീസ് ഇൻ ഫ്രാൻസ്. ഈ പ്രഖ്യാപനം നടന്ന എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ്. The declaration consists of 30 articles affirming an individual rights. പ്രധാനമായിട്ടും 30 ആർട്ടിക്കിൾസ് ആണ്
ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്താ, വ്യക്തികളുടെ അവകാശങ്ങളുമായിട്ട് വ്യക്തികളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്ന 30 ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന 30 വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡിക്ലറേഷനാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. Then the declaration was first step in the process of formulating the International Bill on Human Rights, which was completed in 1966 and came into force in 1976 after sufficient number of countries had ratified them. ഇത് 66-ൽ ഇത് അഡോപ്റ്റ് ചെയ്താലും പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന 76-ലാണ്. കാരണം എന്താ, ഇത് അംഗീകരിക്കണം, റാറ്റിഫൈ ചെയ്യണം. അപ്പം ആവശ്യമായ അത്രയും രാജ്യങ്ങൾ ഇത് റാറ്റിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് 1966-ലാണ്. Then contents of UDHR. Contents of UDHR എന്താ, ഡിക്ലറേഷൻ കൺസിസ്റ്റ് ഓഫ് പ്രിയാമ്പിൾ ആൻഡ് 30 ആർട്ടിക്കിൾസ്. പ്രധാനമായിട്ടൊരു ആമുഖവും 30 ആർട്ടിക്കിൾസുമാണ്. The preamble set out the historical and social causes that led to the necessity of drafting declaration. ഈ ഒരു ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ചരിത്രപരമായ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ആവശ്യകതയാണ് പ്രിയാമ്പിൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 1 to 2 എസ്റ്റാബ്ലിഷ് ദി ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഡിഗ്നിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്. ആർട്ടിക്കിൾ 3 to 5 എസ്റ്റാബ്ലിഷ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് സച്ച് ആസ് റൈറ്റ് ടു ലൈഫ് and prohibition of slavery and torture. Then മൂന്നാമത്തെ 6 to 11 refer to fundamental legality of human rights with specific remedies cited for their defense when violated. ഇതെന്താ, ഓരോ വ്യക്തികൾക്കുമുള്ള ബേസിക് ആയിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ ഈ 30 ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓരോന്നിനും പ്രത്യേകമായിട്ട് നമ്മളതായി എടുത്തു പറയുന്നത് ആർട്ടിക്കിൾ 6 to 11 എന്താണ്, ആർട്ടിക്കിൾ 12 to 17 എന്താ, establish the rights of the individuals to a community including such things as freedom of movement. ഒരു സമൂഹത്തിൽ നമുക്കെന്താ, സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള, മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെന്റ് നടത്താനുള്ള അവകാശം. ഓരോ മനുഷ്യന്റെയും എല്ലാ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തി യൂണിവേഴ്സൽ ഡിക്ലറേഷനിൽ തന്നെ അത് അടിസ്ഥാനമായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. Then Article 18 to 21 sanction the so-called constitutional liberties. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ്. with spiritual, public and political freedoms such as freedom of thought, opinion, religion and conscience. Then peaceful association of individual. Article 20 to 27 sanction the individual economic, social and cultural rights including health care. ഇതെല്ലാം ഓരോ വ്യക്തികളുടെ എന്താണ്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അതുപോലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരികമായ അവകാശങ്ങൾ, ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ. നമുക്ക് ഒരു ആരോഗ്യ പരിരക്ഷ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 25 സ്റ്റേറ്റ്സ് എവരിവൺ ഹാസ് ദ റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആഡിക്വേറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി ഇൻക്ലൂഡിങ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് നെസസറി സോഷ്യൽ സർവീസസ്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും ഒരു ന്യായമായ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു പ്രത്യേക ലെവലിൽ ജീവിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അതുപോലെ ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു വ്യക്തിക്ക് അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും ആഹാരവും വസ്ത്രവും പാർപ്പിടവും മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും ആർട്ടിക്കിൾ 20 to 27 അത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. Then Article 28 to 30 establish general ways of using these rights and the areas in which these rights of individuals cannot be applied. നമ്മളെന്താ അതിൻ്റെ അകത്ത് കണ്ടൻസ് ഓഫ് UDHR ചോദിച്ചു കഴിഞ്ഞാലാണ് ഈ പ്രിയാമ്പിളും 30 ആർട്ടിക്കിൾസും അത് ക്ലബ് ചെയ്താൽ തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 1 to 2, 3 to 5, 6 to 11. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ദെൻ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇപ്പോൾ ഇതൊരു ഉടമ്പടിയാണ്. ICCPR 2 മാർക്കിന് വേണേൽ ചോദിക്കാം. ദി ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ഈസ് എ യുണൈറ്റഡ് നേഷൻസ് ട്രീറ്റി, ഉടമ്പടിയാണ്. ബേസ്ഡ് ഓൺ ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ക്രിയേറ്റഡ് ഇൻ 1966 and entered into force on 23rd March 1976. നമുക്ക് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാമൂഹിക രാഷ്ട്രീയമായ അവകാശങ്ങൾ.
അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉടമ്പടിയാണ്. ദെൻ ദി കവനന്റ് കണ്ടെയ്ൻസ് 2 ഓപ്ഷണൽ പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ നടപടിക്രമം. പ്രോട്ടോകോൾ നമ്മളെല്ലാം കേൾക്കുന്നതാണ്. അപ്പം മുഖ്യമന്ത്രി വരുമ്പോൾ കളക്ടർ പ്രസന്റ് ആയിരിക്കണം, പ്രോട്ടോകോളാണ്. ഓരോന്നിനും പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ പോലും ആർക്കൊക്കെ ഒരു ഫംഗ്ഷന് സ്റ്റേജിൽ ആർക്കൊക്കെ ഇരിക്കാം, അതുപോലെ തന്നെ കസേരയുടെ അറേഞ്ച്മെന്റ്, ഇതെല്ലാം പ്രോട്ടോകോൾ ഉണ്ട്. ഇവിടെ ഒരു ഇന്റർനാഷണൽ കവനന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടോകോളുകൾ എന്താണ്? ഓപ്ഷണലാണ്. അപ്പം ഒരു ചോയ്സ് ബേസ്ഡ് പ്രോട്ടോകോളാണ്. ദി ഫസ്റ്റ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ക്രിയേറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ കംപ്ലൈൻസ് മെക്കാനിസം. വ്യക്തികൾക്ക് കംപ്ലൈൻറ്റ് മെക്കാനിസം എന്താ? ഒരു പരാതി കൊടുക്കാനുള്ള ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ്. വെയർ ബൈ ഇൻഡിവിജ്വൽസ് ഇൻ മെമ്പർ സ്റ്റേറ്റ്സ് ക്യാൻ സബ്മിറ്റ് കംപ്ലൈൻസ് നോൺ ആസ് കമ്മ്യൂണിക്കേഷൻസ് ടു ബി റിവ്യൂഡ് ബൈ ദി ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. ഇപ്പം ഈ മെമ്പർ രാജ്യങ്ങളിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇന്റർനാഷണൽ കവനന്റുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്കെന്താ ഒരു അതോറിറ്റിയുടെ കീഴിൽ പരാതി കൊടുക്കാം. ഇപ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ഉണ്ട്. Its ruling under the first optional protocol have created the most complex jurisprudence. ഇപ്പോൾ എന്താ ഒരു ജൂറിസ്പ്രുഡൻസ് നിയമശാസ്ത്രമാണ്. ഇൻ ദി UN ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് law system. Then the second optional protocol abolishes death penalty. രണ്ടാമത്തെ പ്രോട്ടോകോൾ എന്താണ്? മരണശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് നിഷേധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു. Then the second important covenant, the International Covenant on Economic, Social and Cultural Rights, ICESCR. The International Covenant on Economic, Social and Cultural Rights is a multilateral treaty. ഇപ്പം മൾട്ടിലാറ്ററലാണ്. പല രാജ്യങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ട്രീറ്റിയാണ്, മൾട്ടിലാറ്ററൽ ട്രീറ്റിയാണ്. അഡോപ്റ്റഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ ദി 16 December 1966, which came into force from 3rd January 1976. It commits the state parties to work towards the granting of economic, social and cultural rights, ESCR, to individuals. Then value dimensions of human rights. Human rights have broad dimensions and comprehensive reach. സമഗ്രമായ ഒരു റീച്ച് ഉണ്ട് ഇതിന് വളരെ വിശാലമായ ഡയമെൻഷൻസ് ആണുള്ളത്, ബ്രോഡ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ വളരെ വിശാലമായിട്ട് വളരെയധികം കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then it gives a liberal and comprehensive meaning to life and personal liberty of human beings. It covers a plethora of rights. എന്താ ഒരു വലിയൊരു വിഭാഗം, ഒന്നോ രണ്ടോ അവകാശങ്ങളല്ല, വലിയൊരു വിഭാഗം അവകാശങ്ങൾ ഇത് കവർ ചെയ്യുന്നു. such as right to privacy, right to travel, right to livelihood, then right to medical care, right to live with human dignity, right to free legal aid, right against inhuman, cruel and degrading treatment, etc. ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ടു ഹ്യൂമൻ ബീയിങ്സ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ്. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ ഓരോ വ്യക്തിക്കും വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? ഒന്ന്, ഹ്യൂമൻ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ആഡിക്വേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികസനത്തിന് മനുഷ്യാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യാവകാശങ്ങളില്ല എങ്കിൽ ഓരോ വ്യക്തിയുടെയും ഹ്യൂമൻ പേഴ്സണാലിറ്റി അത് ഇല്ലാതാകും, അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികസനത്തിന് ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കണമെന്നുണ്ട് എങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അത്യന്താപേക്ഷിതമാണ്. സെക്കൻഡ്ലി, these strengthen the development process and translate the sustainable development into practice. ഇപ്പം എന്താ, വികസന പ്രക്രിയയെ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നു, ബലപ്പെടുത്തുന്നു. ആൻഡ് ട്രാൻസ്ലേറ്റ് ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടു പ്രാക്ടീസ്. അതൊരു സുസ്ഥിര വികസനം അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഹ്യൂമൻ റൈറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ 3, ഹ്യൂമൻ റൈറ്റ്സ് അവോയ്ഡ് അഡ്വേഴ്സ് physiological effects on techno-scientific growth and environmental crisis. 4, a rational human being. rational എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിവേചന കഴിവുള്ളത്, വിവേചിച്ചറിയാനുള്ള കഴിവ്, തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവ്, റാഷണൽ. നമ്മൾ പറയുന്ന മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നാണ് പറയുന്നത്. ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള കഴിവുള്ള ഒരു മൃഗമാണ് മനുഷ്യൻ. മനുഷ്യനും മൃഗവുമായിട്ടുള്ള ഡിഫറൻസ് ഒന്നേ ഉള്ളൂ.
മൃഗങ്ങൾക്ക് ശരിയെന്ത് തെറ്റെന്ത് ഇത് കൃത്യമായിട്ട് വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. മനുഷ്യന് അതുണ്ട്. ഇപ്പം മാൻ ഈസ് എ റാഷണൽ എന്ന് പറയുന്നത് കൊണ്ടാണ്. A rational human being has the capacity to determine his needs and also the lifestyle. എന്താ, ഓരോ മനുഷ്യനും അവൻ്റെ ആവശ്യങ്ങളെയും അവൻ്റെ ജീവിത രീതിയെയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ദെൻ എൻവയോൺമെൻറ്റൽ റൈറ്റ്സ്, എന്താ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളുണ്ട്. എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് ensure the people to live in a healthy environment free from pollution. ഇപ്പം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ ഓരോ വ്യക്തികൾക്കും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളുണ്ട്. ഇത് മനുഷ്യാവകാശങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശം, ശുദ്ധജലം ലഭിക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള അവകാശം, ഇതെല്ലാം എന്താ എൻവയോൺമെൻറ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ റൈറ്റ്സ് എൻഷുർ ദി പീപ്പിൾ ടു ലീവ് ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. പൊല്യൂഷനിൽ നിന്നും പൊല്യൂഷൻ മുക്തമായിരിക്കുന്ന, പൊല്യൂഷൻ മുക്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കാനുള്ള അവകാശം, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ ഒരു 5 പോയിന്റുകൾ ആണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സിഗ്നിഫിക്കൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് ടു ദി ഹ്യൂമൻ ബീയിങ്സ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞൊരു 5 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 പോയിന്റുകളും കൂടെ ഓർമ്മയിൽ വെച്ചാൽ നന്നായിരിക്കും. നമ്മൾ ഈ ഒരു പോയിന്റ് ഡിസ്കഷനോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.